ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് ലൈഫ് കേട്ടോ. കുഞ്ഞു മോർണിംഗ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് വർക്കിന് പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. അപ്പം ഞാൻ രാവിലെ എന്തൊക്കെ ഫുഡാണ് റെഡിയാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. മീൻ അതുപോലെ ഇതൊക്കെ മുളകൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാൻ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ തോരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഹാഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാഫല്ല, ഓൾമോസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തിട്ടാൽ മതിയായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേവിച്ചാൽ മതിയായിരുന്നു കേട്ടോ തോരൻ. പിന്നെ ചോറിന് ഞാൻ അപ്പുറം വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ മുറിക്കാട്ട ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദോശ ചൂടാനാണുള്ളത്. ദോശ ചൂടാന്ന് വെച്ചാൽ രാവിലെ അരച്ചെടുക്കുന്നതാണ്. അപ്പം അത് അരക്കാനുണ്ട്. അപ്പോൾ ഇത് തോരന് വേണ്ടിയിട്ട് അല്ല കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വറുത്തിടാനൊക്കെ റെഡിയാക്കുന്നത്. തോരനാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ റെഡിയാക്കുന്നത്. അപ്പം ഞാൻ വേവിച്ച് ഉള്ളിലേക്ക് ഇട്ട് വേവിച്ചതായതിൻ്റെ സ്മെല്ല് വന്നോ എന്ന് മണത്ത് നോക്കട്ടെ, കഴിച്ച് നോക്കുക. കാരണം എനിക്ക് മക്കൾക്കായാലും സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോഴേക്ക് ഉച്ചയ്ക്ക് അത് മോശമായി പോയാൽ നമ്മൾക്ക് മോശമില്ലേന്ന് വിചാരിച്ചിട്ട്, അതായത് ആകെ വെച്ച് ഇച്ചിരിയേ കഴിക്കുള്ളൂ വെജിറ്റബിൾ. പിന്നെ അത് മോശമായെന്നുള്ളത് അറിയാണ്ട് കഴിച്ചു പോയി വയറ്റിൽ എന്തെങ്കിലും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ ആക്കി വെക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സ്കൂളിൽ നിന്ന് ലഞ്ച് ബോക്സ് ഞാൻ ചൂടോടെയാണ് അടച്ചു വെക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് മോശമായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനും പറ്റില്ല. മക്കൾക്ക് അങ്ങനെ ചിലപ്പോൾ ചെറിയ ആൾക്കൊന്നും തന്നെ രുചി അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ മോശമായി എന്നുള്ളത്. അപ്പോൾ കഴിച്ചിട്ട് വയറ്റിൽ എന്തെങ്കിലും കേടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തലേന്ന് ആക്കി വെക്കൽ വളരെ കുറവാണ്. പിന്നെ ഇത് മീൻകറി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട്, അതായത് മീൻകറി പഴകുന്തോറുമാണ് രുചി കൂടുക, അതുപോലെ പുളിങ്കറി പഴകുന്തോറുമാണ് രുചി കൂടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും എനിക്കൊരു എളുപ്പപ്പണിയായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി തന്നെ കറിയൊക്കെ വെച്ചു. അയിലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അയിലയൊക്കെ മുറിച്ച് ഇതുപോലെ തേങ്ങ അരച്ചിട്ട് കറി വെച്ചു. തേങ്ങ അരച്ച് എൻ്റെ വീട്ടിൽ പണ്ട് എപ്പോഴും തേങ്ങ അരച്ചിട്ടാട്ടോ കറി വെക്കുക. അതായത് മീൻ എന്ന് പറയുന്നത് ഉണ്ടേലത് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുക. അപ്പം അതൊന്ന് കൂട്ടാൻ വേണ്ടി കൊതിയായിട്ട് എത്രയോ ആയി ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ട്. ഇവിടെ ആയിരിക്കും അങ്ങനെ വലിയ തേങ്ങ അരച്ചിട്ട് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച കറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള ഇതൊക്കെ ഇടാം. ബട്ട് ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആകെ ചെറിയുള്ളി മാത്രമായിട്ട് വറുത്തിടുന്നത്. പിന്നെയും ഞാൻ തോരലിൽ വെളിച്ചെണ്ണ വയ്ക്കുക. എനിക്കൊരു തൃപ്തി വരുന്നില്ല തലേന്നാക്കി വെച്ചിട്ട് വെന്ത് ഒരുമാതിരി ഉണങ്ങിയ പോലെ ഒരു ഫീലാട്ടോ ഇതില്ലത്. പിന്നെ ഇതാ മീൻ പൊരിച്ചത് അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇതാ ദോശ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പ് അരക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചാറായതുകൊണ്ട് എനിക്ക് 2 ട്രിപ്പ് അരക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശക്കാണെങ്കിൽ ഒരു പറ്റി ഞാൻ ദോശക്ക് അരിയിട്ടു, പക്ഷേ ചോറില്ല കൂട്ടാൻ വേണ്ടിയിട്ട്, അവിലില്ല കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറൊന്ന് വേവിച്ച് അത് ഇച്ചിരി ആയിക്കഴിഞ്ഞ് കുറച്ചൊരു വെന്ത് കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ ഈ അരി അരക്കുന്നത്. അപ്പോൾ അത്രയും ടൈം ഞാനവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ ചോറ് തിളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിയൊക്കെ അരച്ചു. അപ്പം ഞാൻ തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെന്ത ചോറും അരിയൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ അരച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല നൈസായിട്ടാണ് അരച്ചെടുക്കുക കേട്ടോ. അതായത് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി വെള്ളമായിട്ടാണ്. ഈ നീർദോശയൊക്കെ ആക്കുന്നില്ലേ, അത്രയും നീരാവില്ലെങ്കിലും കുറച്ചൊരു ഇതായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ഹാർഡാണെങ്കിലും അത് ഇച്ചിരി തണിയുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഹാർഡോടെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചൂടോടെ കഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് തണിഞ്ഞിട്ട് കഴിക്കുക. അപ്പം എൻ്റെ മീൻ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് വെക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ വേണം എനിക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് നോൺ സ്റ്റിക്കിലാണ് കുറച്ചും കൂടി ചുടാനൊരു ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഈ നോൺ സ്റ്റിക്ക് ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ മീനാക്കിയോണ്ട് കഴുകിയെടുക്കണം എന്നൊന്നുമില്ല, കാരണം അതിൽ തന്നെ ആക്കിയാലും മീനിൻ്റെ ചൊവ്വ ഇഷ്ടമുള്ളവർക്ക് കഴിച്ചോളും. എൻ്റെ കെട്ടിയവരൊക്കെ കഴിച്ചോളും, കാരണം മീൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രശ്നമില്ല. മക്കളാണെങ്കിലും ഓൾമോസ്റ്റ് അതൊക്കെ പോലെ തന്നെയാണ്. ബാക്കി എന്തെങ്കിലും ആണെങ്കിൽ അയ്യോ രുചി ചൊവ്വ എന്നൊക്കെ പറയുള്ളൂ. ഇതൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ എനിക്ക് കാപ്പിയാക്കണം. ഞാൻ കാപ്പിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇച്ചിരി പാല് മാത്രമായതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട കട്ടൻ കാപ്പിയാക്കാമെന്ന്. കട്ടൻ കാപ്പിയാക്കുമ്പോൾ ഇവരൊക്കെ എല്ലാവരും കുടിച്ചോളൂ കേട്ടോ. കട്ടൻ ചായ, കട്ടൻ കാപ്പി ഇതൊക്കെയാണ് താല്പര്യം. പിന്നെ ചായനോട് വലിയ താല്പര്യം ഞാൻ കാണിക്കാൻ വേണ്ടി താല്പര്യപ്പെടാറില്ല, അത് വേറെ കാര്യം. അതായത് നമ്മളെന്നും ചായ ആക്കിയിട്ട് അയ്യോ ചായ കുടിക്കുമെന്ന് പറയില്ല. പിന്നെ ചായ ആക്കി വെച്ചാൽ ഞാൻ പറയും ഇല്ല ഇന്ന് ചായ ആക്കിയിട്ട് നമുക്ക് ചൂടുവെള്ളം കുടിക്കാമെന്ന് പറയും. അങ്ങനെ കേട്ടോ ചില ദിവസങ്ങളിൽ. പക്ഷേ എന്നും ചായ കുടിക്കുന്നവർക്ക് തലവേദന അതൊക്കെ ഒരു ഇതിട് എനിക്ക് ചിലപ്പോഴൊക്കെ വരും കേട്ടോ. അതായത് അയ്യോ ചായ കുടിച്ചിട്ടുള്ള ഒരു ഉന്മേഷം, തലവേദനയൊക്കെ കുറയുന്ന പോലെയൊക്കെ തോന്നും. ബട്ട് നമ്മളത് ശീലമായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഞാൻ വിചാരിച്ചു ശീലമാക്കണ്ട, കാരണം ഉണ്ടേൽ കൊടുക്കാം ഇല്ലേൽ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കാപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ.
പിന്നെ അല്ലെങ്കിൽ ജീരവെള്ളം അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ദോശ മറ്റേന്നല്ല എല്ലാ ദിവസങ്ങളും ഞാൻ ദോശ ചൂടുമ്പോൾ വേറെ എന്തെങ്കിലും പണിയെടുക്കാറ്. ഇത് പിന്നെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശ മാത്രം ചുട്ടെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദോശ ചുട്ടിട്ട് വേണം എനിക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അതായത് ഒരു 7 മണിക്ക് മുന്നേ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളത്തെ കുളിപ്പിക്കാൻ വലിയ തണുപ്പായിട്ട് കുളിക്കില്ലല്ലോ. അപ്പം ആ പനിയോ എന്തെങ്കിലും വരണമെന്ന് വെച്ചിട്ട് എപ്പോഴും ചൂടുവെള്ളത്തിലാട്ടോ കുളിപ്പിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ കെറ്റിലാണ് ചൂടാക്കുന്നത്. ആ ഒരു കെറ്റിൽ ചൂടാക്കിയാൽ എനിക്കൊക്കെ കുളിക്കാനൊക്കെ ആവും. അപ്പം അതൊന്ന് റെഡിയാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളൊന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കും. ആ ടൈമിലാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് ചെയ്യിക്കൽ, ദിയമോൾക്ക് മുടി കെട്ടി കൊടുക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ലഞ്ച് പാക്കിങ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. ഈ റൂട്ടീനിൽ ടൈം അപ്പുറോ ഇപ്പുറോ തെറ്റിപ്പോയാൽ എനിക്ക് പോകാനുള്ളതും അവർക്ക് പോകാനുള്ള ടൈമൊക്കെ വലിയ പ്രശ്നങ്ങളാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് പഞ്ച് ചെയ്യാൻ ലേറ്റാവും, പിന്നെ അവർക്ക് ഇറങ്ങാൻ ലേറ്റാവും, ഓട്ടോ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ടൈം നോക്കി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ഓട്ടോ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ ലേറ്റായി എത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോയെന്ന് ആർക്കറിയാം. ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ സ്വാഭാവികമല്ലേ ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് പോകാറ്. അത് വേറെ കാര്യം. പിന്നെ പോകുന്നതിന് മുന്നേ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സിങ്കിൽ ഇപ്പുറത്തെ സിങ്കിൽ പാത്രം ഇടാണ്ട് അപ്പുറത്തെ സിങ്കിലൊക്കെ പാത്രം എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ പോകാനുള്ളതുകൊണ്ട് ഇച്ചിരി ഒന്ന് ലേറ്റ് ആവും കേട്ടോ. അതായത് തിരിച്ച് വരുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കില്ല നമ്മൾ കിച്ചൺ ഒന്ന് നീറ്റായി കിടക്കുന്നു. ബട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല ഗൈസ്. ഞാൻ നീറ്റാക്കി പോയാലും തിരിച്ച് വരുമ്പോഴേക്ക് എൻ്റെ 2 മക്കളും നല്ല വൃത്തികേടാക്കി വെക്കും കിച്ചൺ. കാരണം അവർ കയറി അലങ്കോല പണികൾ ചെയ്തു വെക്കും. അവരതായിട്ടുള്ള കഴിക്കാനെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ വേസ്റ്റും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ചോറ് കഴിച്ചാൽ പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് വന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് എടുക്കണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാഗ് വെക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് മാച്ചി എടുക്കുന്നു, അടിച്ചു വാരുന്നു, പാത്രം എടുക്കുന്നു, കഴുകുന്നു, ഇങ്ങനെയൊക്കെ ആട്ടോ ലൈഫ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പകുതി വെയിറ്റ് കുറഞ്ഞു, പകുതി വയറ് കുറഞ്ഞു എന്ന് എനിക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര ടാസ്ക് കേട്ടോ തന്നെ ചെയ്യലെന്ന് പറയുന്നത്. തന്നെ ചെയ്തിട്ടുണ്ട്, ബട്ട് ജോബിന് പോകാറില്ലായിരുന്നു. ഇപ്പോൾ ജോബിന് പോയി തന്നെ ചെയ്യുമ്പോഴൊരു ടാസ്ക്കാണ്. ഇത്രയും കാലം അമ്മ ഉണ്ടായിരുന്നു. അതൊരു കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ പറഞ്ഞ ലഞ്ച് പാക്കിങ്. അപ്പം 3 അല്ല കേട്ടോ 4 ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം മൺഡേ ദിവസങ്ങളിൽ. അപ്പം അത് നേരത്തെ പാക്ക് ചെയ്ത് വിട്ടതുകൊണ്ട് ഞങ്ങളത് മാത്രമാണ് പാക്ക് ചെയ്യുന്നത്. ഇതെൻ്റെത്, അത് ചെയ്യേണ്ടത്, ഇത് കുഞ്ഞുൻ്റെത്. കുഞ്ഞിന് കൊടുക്കുന്നത് ഞാൻ ഡിഗ്രിക്ക് യൂസ് ചെയ്ത പാത്രം കേട്ടോ. അതാണ് അവൾക്ക് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോരൻ ഇടാൻ വേണ്ടിയിട്ട് ദിയമോൾക്ക് ഇതുപോലൊരു ഇതുണ്ട് കേട്ടോ. ദിയമോൾ ഇത് മിലിറ്റൻ്റാന്ന് തോന്നുന്നു. കുഞ്ഞിന് ഒക്കെ ഇട്ടാൽ പ്ലേ സ്കൂളിൽ നിന്ന് കഴിക്കാൻ അവർ പറയുന്നുണ്ട് കഴിക്കും കേട്ടോ. ഇല്ലെങ്കിൽ അവൾ കഴിക്കില്ല. പക്ഷേ വലിയ ആൾ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ, അല്ലാത്തത് അതുപോലെ തിരിച്ചു തരും. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾ കറിയും അവൾ തിരിച്ചു കൊണ്ടുവരാറാണ് ചെയ്യാറ്. ചെറിയ ആൾ പിന്നെ കഴിക്കും. കാരണം ആ പ്രായത്തിൽ ദിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇഷ്ടങ്ങൾ വരുന്ന കാലമാണല്ലോ, കുറച്ചും കൂടി വലുതാവുമെന്ന് പറയുമ്പോൾ. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ പറയാറില്ല എന്നല്ല, എന്നാലും പറയാറുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കാറുമില്ല. അപ്പം കം ടു നമ്മൾ പോയിട്ട് അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇവരെ സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യണം. സ്നാക്സിൽ പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് എനിക്ക് എടുത്ത് വെക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ പിന്നെ എനിക്ക് ചായ കുടിക്കണം കേട്ടോ. ഞാൻ ചായ കുടിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്ലേറ്റിൽ ദോശയൊക്കെ എടുത്തിട്ട് ഇരുന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്ന് കഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അടുക്കളയിൽ നിന്നിട്ട് കഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ കറി തന്നെയായിട്ട് ഇതാക്കേണ്ട ദോശ എടുത്ത്. അപ്പോൾ രാവിലത്തെ കറി തന്നെയാണ്, അതൊഴിച്ചു, മീൻ കറി ഒഴിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമില്ല അല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേക്കുന്നു, ഇന്ന് മക്കളെ സ്കൂൾ വിടാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നു. അതേപോലെ തന്നെ ജോബിന് പോകാൻ വേണ്ടിയിട്ടും നേരത്തെ എഴുന്നേൽക്കുന്നു. ടീച്ചർമാരുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത്, ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ടാണ് പറയുന്നത്, ടീച്ചർമാരുടെ ലൈഫ് എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി ഓടുന്നു, പിന്നീട് അതേ പ്രായത്തിൽ അതേ ടൈമിൽ പഠിപ്പിക്കാൻ വേണ്ടി ഓടുന്നു. മുന്നേ പിന്നെ നമ്മൾ ചോറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പിന്നെ നമ്മൾ കുടുംബിനി ആയതുകൊണ്ട് ചോറും കറിയും ചായയും കടിയും വീടും നോക്കലൊക്കെ ചെയ്യേണ്ട ആവശ്യമാണ് അല്ലേ. അയ്യോ എന്തോ ഒരു ലൈഫാണിത്. എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നത്? എന്തെങ്കിലും ഉണ്ടാവുമോ ഇതിൽ നിന്നൊരു മോചനം? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.